ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളും ഒരുവിധം സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തൊക്കെ പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളുടെ വീടുകളിൽ കല്യാണവും അങ്ങനെയുള്ള പ്രത്യേക ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ തലേ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രധാന ഒരു ഐറ്റമാണ് ബോട്ടി വരട്ടിയത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. പിന്നെ അത് തനി നാടൻ രീതിയിലുള്ള രുചിയിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ കുക്കറൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് ഗ്യാസിലൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അല്ലാതെ വെച്ച് വേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമേ. കാരണം വേറൊന്നുമല്ല, ഗ്യാസിലൊക്കെയല്ലേ ഉപയോഗിക്കുന്നത്. ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ടാണേ. ബോട്ടി ഇപ്പോൾ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കിയിട്ടൊക്കെ നമുക്ക് നെസ്റ്റോയിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. പണ്ടത്തൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ വലിയ വലിയ പീസായിട്ടൊക്കെ ക്ലീനൊന്നും അത്രയും ആവാതെ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ബോട്ടി കൊണ്ടുവന്നിട്ട് അതേപടി തന്നെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് പിന്നെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് അതിനെ വാട്ടിയെടുക്കണം. വാട്ടിയെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ബോട്ടി കൈകൊണ്ട് തൊടുക്കുമ്പോൾ ഒരുമാതിരി കിളുകിളാന്ന് ഇങ്ങനെ മെഴുമെഴാന്നൊക്കെ ഇരിക്കും. അപ്പം നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് വാട്ടിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ മാംസം നന്നായിട്ട് കട്ട പിടിച്ചിട്ട് നല്ല കട്ടിയാവുമ്പോൾ നമുക്ക് അതിനകത്ത് ഇനി വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ തിളച്ച വെള്ളത്തിലിട്ടൊന്ന് വാട്ടിയെടുക്കുന്നത്. ഇനി ആ ചൂടുവെള്ളത്തിൽ നിന്ന് അത് ഊറ്റിയെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കും കേട്ടോ. കഴുകി വൃത്തിയാക്കിയിട്ട് അതിനകത്ത് വരുന്ന ചെറിയ ചെറിയ അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം ഷോപ്പിൽ നിന്നായാലും അവർ കാണാത്ത അഴുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ലാസ്റ്റായിട്ട് നമുക്ക് നല്ല ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം വേണം ബാക്കി മസാലയൊക്കെ പുരട്ടിയിട്ട് നമുക്ക് വേവിക്കാനുള്ളത്. നെസ്റ്റോയിൽ നിന്നൊക്കെ നമുക്കിപ്പോൾ നല്ല ചെറിയ പീസായിട്ട് അവർ നല്ല ക്ലീൻ ചെയ്ത് ബോട്ടി നല്ല ക്ലീനിങ് ചെയ്തതിന് ശേഷം നമുക്ക് പാക്ക് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പമാണ്. ബോട്ടി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അങ്ങനെ എളുപ്പമായിട്ട് ക്ലീൻ ചെയ്ത് മേടിക്കാൻ പറ്റും. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ക്ലീൻ ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിനകത്ത് ചെറിയ ചെറിയ അഴുക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ചില പീസുകളിലൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മളെടുത്തിട്ട് പ്രത്യേകമായിട്ട് ക്ലീൻ ചെയ്ത് കളയാം. ക്ലീൻ ചെയ്ത് നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് സവോള, അതേപോലെ തന്നെ സവോള കുറച്ച് കട്ടിക്ക് തന്നെ നീളത്തിന് അരിഞ്ഞത്, അതേപോലെ ഇഞ്ചി, അതേപോലെ വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ അതേപോലെ പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മീറ്റ് മസാല, ഇതെല്ലാം കൂടെ കുരുമുളക്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമിയെടുക്കണം. ആ തിരുമിയെടുക്കുന്നതിനകത്ത് കറിയുടെ ടേസ്റ്റ് തിരുമിയെടുക്കുന്നതിനകത്താണേ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തിരുമിയെടുക്കണം. കുറച്ച് നേരം സമയമെടുത്ത് തന്നെ നന്നായിട്ട് തിരുമണം. തിരുമി നമുക്ക് അപ്പോൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും വേണമെങ്കിൽ നമുക്ക് ചതച്ചിട്ടിട്ടാലും മതി, അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ പേസ്റ്റ് വേണമെങ്കിലും ഇടാം. ഓക്കെ, ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമി നമുക്ക് കുക്കറിനകത്തോട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വേവിക്കാം. പിന്നെ ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പും. ഇറച്ചി കറികൾ ഉണ്ടാക്കുന്ന ഏതൊരു കാര്യത്തിനും നമ്മൾ ഇപ്പം ബോട്ടി ആവട്ടെ, ചിക്കൻ ആവട്ടെ, മട്ടൺ ആവട്ടെ, ബീഫാവട്ടെ, പന്നി ആവട്ടെ, ഏതായാലും നമുക്ക് നന്നായിട്ട് മസാലയെല്ലാം കൂടെ കൂട്ടി തിരുമി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാംസത്തിലേക്ക് നന്നായിട്ട് ഈ എരിവും ഒക്കെ പിടിക്കും.
അപ്പോൾ നന്നായിട്ട് തിരുമ്മി വെക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തിരുമ്മിയതിന് ശേഷം അത് കുക്കറിനകത്ത് ഇട്ടിട്ടതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുക. എന്നിട്ട് ആദ്യത്തേത് ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ഒരു വിസിൽ വരിക. അത് കഴിഞ്ഞതിന് ശേഷം സിമ്മിലിട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ കുക്കറിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ രീതി, കാരണം പെട്ടെന്ന് വേവുന്ന കുക്കറാണോ അല്ലെന്നുണ്ടെങ്കിൽ താമസിച്ചിട്ടേ പിന്നെ വേവുള്ളോ എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കുള്ളേയും കുക്കർ അവരവർക്കേ അറിയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എത്ര വിസിൽ വേണമെന്നുള്ളത് നോക്കുക. എന്തായാലും ഇതിന് നല്ല വേവുള്ള മാംസമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 5 or 6 വിസിൽ കേൾക്കേണ്ടി വരും. അപ്പോൾ അതിന് ശേഷം നമ്മൾ പിന്നെ വാങ്ങി വെച്ചാൽ മതിയാവും. ബോട്ടി വെന്തു എന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചട്ടിയോ മൺചട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ ചീൻചട്ടിയോ ഫ്രൈ പാനോ അങ്ങനെ ഏതാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിക്കണം. എണ്ണ ഇപ്പം നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഇല്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിലോ റൈസ് പാൻ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേന് അതിനകത്തേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് കറുവപ്പട്ട ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ സവോളയും കൂടെ കുറച്ച് അരിഞ്ഞ് വെച്ചിരുന്നത് ഇട്ട് കൊടുക്കുക. അപ്പം ഇത് ഓരോരുത്തർക്കുള്ള ഇഷ്ടത്തിനനുസരിച്ചാണെങ്കിൽ ഓരോ അളവിനനുസരിച്ച് നമുക്ക് സവോള ടേസ്റ്റ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ സവോള കുറച്ചും കൂടെ കൂടുതലിടാം. ഇതിപ്പോൾ ഞാനിട്ടത് 2 സവോള അരിഞ്ഞത് ഞാൻ ഇട്ടു. അപ്പോൾ 3 വരെയും വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഇതെല്ലാം കൂടി ഇട്ട് എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗോൾഡൻ കളർ ആവുമൊന്നും വേണ്ട. അതിന് മുന്നേ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. സവോള നന്നായിട്ട് പിന്നെ ഗോൾഡൻ കളറിലൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ട് വാടി കിട്ടിയാൽ മതിയാവും. അത് കാരണം കുറച്ച് കഴിഞ്ഞ് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇറച്ചിയും ബോട്ടിയും കൂടി ഇട്ടിട്ട് കുറേ നേരം വരട്ടി എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഗോൾഡൻ കളറിലേക്ക് പിന്നെ വറുക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യമേ മുളക് പൊടി ഇടുമ്പോൾ കാശ്മീരി മുളക് പൊടിയും പിന്നെ സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാലും മതിയാവും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് കുരുമുളക് പൊടി നമുക്ക് കുറച്ച് ലാസ്റ്റ് ഇട്ടാലും മതിയാവും. പിന്നെ അത് കഴിഞ്ഞ് ഗരം മസാല, മീറ്റ് മസാല ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ടിട്ട് ഇതിനകത്ത് കുറച്ച് നേരം കൂടെ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. കാരണം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം കേട്ടോ ഈ വരട്ടാൻ വേണ്ടിയിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം. ഇനി മസാലയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച ബോട്ടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ ഇട്ട് വഴറ്റി എടുക്കണം. എന്ന് വെച്ചാൽ നല്ല തീയിലിടരുത്. നല്ല തീയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കരി പിടിക്കും, അടിയിൽ പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിലിട്ട് നമുക്ക് കുറേ നേരം ഇളക്കി നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നല്ല ഇളക്കി എടുക്കണം. അത് ചെറു തീയിൽ തന്നെ ഇട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ചട്ടിയിലായതുകൊണ്ട് ഞാൻ ചെറിയ തീയിലിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്.
അത് തീ കൂടിപ്പോയെങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടതൊന്നും ഇല്ലാണ്ടായി പോവും. അപ്പോൾ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം. ഓക്കെ. ഈ ബോട്ടി കറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പിന്നെ ഐറ്റമാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടമുള്ളവർ, ബോട്ടി ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഈ രീതിയിൽ. ഇങ്ങനെ ചെറിയ തീയിലിട്ട് ഇളക്കി 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 എടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ കളറ് മാറി 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 വരും. അപ്പോൾ ലാസ്റ്റ് നല്ല ഒരു എന്താ ബീഫൊക്കെ വരട്ടിയതും ഒക്കെ അങ്ങനെ ഒരു കളറുണ്ടല്ലോ നമുക്ക്, ആ രീതിയിൽ ഇത് വരും. അത് ചെറിയ തീയിലിട്ട് നന്നായിട്ട് വരട്ടി 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 ഇളക്കി 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 എടുക്കണം. എന്നാൽ മാത്രമേ അതങ്ങനെ വരുള്ളൂ. കുറച്ച് ഗ്രേവി ആയിട്ടൊക്കെ വേണമെന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണേ. അപ്പോൾ നല്ല ബോട്ടി കിട്ടിക്കഴിഞ്ഞാൽ ബോട്ടി ഇഷ്ടമുള്ളവർ ഇതേമാതിരി ഒന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് ഒന്ന് കമൻ്റായിട്ട് ഇടുക. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ ഒന്ന് ഷെയറും ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.